രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി സ്വന്തം നിലപാടുകളും തത്വങ്ങളും സൗകര്യപൂർവ്വം മാറ്റിയെഴുതുന്ന ബി.ജെ.പിയുടെ പുതിയ തന്ത്രമാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ബീഹാറിൽ നേടിയ വമ്പിച്ച വിജയത്തിന് പിന്നാലെ 2026 ലക്ഷ്യം വെക്കുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുസ്ലിം വോട്ടുകളോടുള്ള തങ്ങളുടെ നിലപാട് ബി.ജെ.പി പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു. ഈ മാറ്റത്തെ രാഷ്ട്രീയ കാപട്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ ബി.ജെ.പിയുടെ പ്രഖ്യാപിത നിലപാട് എന്തായിരുന്നു? ഇലക്ഷൻ കമ്മീഷന്റെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പ്രക്രിയയെ ശക്തമായി പിന്തുണച്ച ബി.ജെ.പി ഈ നടപടി രാജ്യത്ത് നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും പുറത്താക്കാനുള്ള നീക്കമാണെന്ന് വാദിച്ചു. എന്നാൽ ഈ നീക്കം ന്യൂനപക്ഷ സമുദായമായ മുസ്ലിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാനുള്ള ഗൂഢശ്രമമാണ് എന്ന് പ്രതിപക്ഷം അന്ന് ആരോപിച്ചിരുന്നു. ഇപ്പോൾ ബംഗാളിലേക്ക് വരുമ്പോൾ ബി.ജെ.പിയുടെ ഈ കടുത്ത നിലപാടുകൾക്ക് അയവ് വന്നിരിക്കുന്നു. രാഷ്ട്രവാദി മുസ്ലിങ്ങൾക്കെതിരെ അല്ല തങ്ങളെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള പുതിയ സമവാക്യം രൂപപ്പെടുത്തുകയാണവർ. ബംഗാൾ രാഷ്ട്രീയത്തിൽ ജാതി സമവാക്യങ്ങൾക്കല്ല, മറിച്ച് മതപരമായ ധ്രുവീകരണത്തിനാണ് പ്രാധാന്യം എന്ന തിരിച്ചറിവാണ് ഈ മനംമാറ്റത്തിന് പിന്നിൽ. ബംഗാളിലെ ജനസംഖ്യയുടെ ഏകദേശം 27% മുസ്ലിങ്ങളാണ്. മൊത്തം സീറ്റുകളിൽ 40 മുതൽ 50 വരെ മണ്ഡലങ്ങളിൽ ഇവരെ അവഗണിക്കാൻ ബി.ജെ.പിക്ക് കഴിയില്ല. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ നിർണായക വോട്ടുകൾ പൂർണ്ണമായി നഷ്ടമായതിന്റെ പശ്ചാത്തലത്തിൽ ഈ അവസ്ഥ ആവർത്തിക്കരുതെന്ന് ബി.ജെ.പി കരുതുന്നു. തൃണമൂൽ കോൺഗ്രസ് വിരുദ്ധരും പരമ്പരാഗതമായി CPM കോൺഗ്രസ് സഖ്യത്തിന് വോട്ട് ചെയ്യുന്നവരുമായ ന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ് ബി.ജെ.പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഈ ഇരട്ടത്താപ്പിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ആരാണ് രാഷ്ട്രവാദി എന്ന് തീരുമാനിക്കുന്നത്? ബി.ജെ.പി പിന്തുണയ്ക്കുന്നവർ മാത്രമാണോ ദേശീയവാദികൾ? അല്ലാത്തവരെല്ലാം രാജ്യവിരുദ്ധരോ? ഇത് ബി.ജെ.പിയുടെ അപകടകരമായ നിലപാടാണ് എന്ന് അദ്ദേഹം തുറന്നടിച്ചു. തൃണമൂൽ കോൺഗ്രസ് വക്താവ് ജയപ്രകാശ് മജുംദാർ ഇതിനെ ഒരു വിഷക്കൂട്ട് എന്നാണ് വിശേഷിപ്പിച്ചത്. മതവും ദേശീയതയും കൂട്ടിക്കുഴച്ചുകൊണ്ട് ബി.ജെ.പി ഉണ്ടാക്കുന്ന വിഷക്കൂട്ട്. ആദ്യം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിച്ചു. ഇപ്പോൾ മുസ്ലിങ്ങളെ തന്നെ രാഷ്ട്രവാദി എന്നും രാഷ്ട്രവാദി അല്ലാത്തവരെന്നും വിഭജിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു വിഭാഗം ആളുകളെ രാഷ്ട്രവാദി എന്ന് മുദ്രകുത്താൻ ബി.ജെ.പിക്ക് എന്ത് ധാർമ്മിക അവകാശമാണുള്ളതെന്ന് അദ്ദേഹം ചോദ്യമുന്നയിക്കുന്നു. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ നിലപാടുകളിലും ഈ മാറ്റം പ്രകടമാണ്. നേരത്തെ ഹിന്ദു ഏകീകരണം എന്ന മുദ്രാവാക്യമുയർത്തി 2026 തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം MLA-മാരെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് വരെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ബീഹാർ വിജയത്തിന് ശേഷം ബി.ജെ.പി മുസ്ലിം വിരുദ്ധരല്ല എന്നും TMC ആണ് അത്തരമൊരു തെറ്റായ പ്രചാരണം നടത്തുന്നതെന്നും അദ്ദേഹം നിലപാട് മാറ്റി. നിയമം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന SIR പ്രക്രിയയെ പോലും തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനായി ബി.ജെ.പി ഉപയോഗിക്കുന്നു എന്നതാണ് വിമർശനങ്ങളുടെ കാതൽ. നുഴഞ്ഞുകയറ്റക്കാരെ മാത്രം പുറത്താക്കുകയാണ് ലക്ഷ്യമെങ്കിൽ ബീഹാറിൽ സ്വീകരിച്ച അതേ കടുത്ത സമീപനം എന്തിനാണ് ബംഗാളിൽ മയപ്പെടുത്തുന്നത്? ഇത് വ്യക്തമാക്കുന്നത് നിയമപരമായ നടപടികളെ പോലും വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന ഒറ്റ അജണ്ടയ്ക്ക് വേണ്ടി ബി.ജെ.പി ഉപയോഗിക്കുന്നു എന്നാണ്. ഗുജറാത്തിലും ഉത്തർപ്രദേശിലും അല്ലാത്ത വർഗീയ ആക്രമണങ്ങൾ ബംഗാളിൽ നടക്കുന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിലൂടെ മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും TMC വിരുദ്ധ വിഭാഗത്തിന്റെ വോട്ടുകൾ നേടാനുമാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു സമുദായത്തെ തന്നെ ദേശീയവാദികൾ എന്നും രാജ്യവിരുദ്ധർ എന്നും വിഭജിക്കാൻ ശ്രമിക്കുന്ന ബി.ജെ.പിയുടെ ഈ തന്ത്രം ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ കാപട്യമായിട്ടാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത്.